ഇന്ന് രണ്ട് കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. കുവൈറ്റിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ വലിയ നിർമ്മിതികളിലൊന്നായ അൽ ജാബർ കോസ്വേയും അതേപോലെ ചരിത്ര പ്രാധാന്യമുള്ള മുത്തല റഡ്ജും. ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് കോസ്വേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 4ാമത്തെ കടൽപ്പാലമാണിത്. ഈ പാലത്തെക്കുറിച്ച് കൂടുതൽ പറയണമെങ്കിൽ ആദ്യം സിൽക്ക് സിറ്റിയെപ്പറ്റി പറയേണ്ടി വരും. ഗൾഫ് യുദ്ധത്തിന് ശേഷം കുവൈറ്റ് എന്ന രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം വളരെ വേഗത്തിലായിരുന്നു. രാജ്യത്തിൻ്റെ പ്രധാന വരുമാനം എണ്ണയിൽ നിന്നുമായിരുന്നു എന്നുള്ളതാണ് ഇതിന് പ്രധാന കാരണം. എന്നാൽ വളരെ ദീർഘവീക്ഷണമുള്ള കുവൈറ്റ് സർക്കാർ എണ്ണയിൽ നിന്നുള്ള വരുമാനത്തിന് പുറമെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഭദ്രപ്പെടുത്തുവാൻ വിഷൻ 2035 എന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. അതിനായി കുവൈറ്റിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മരുഭൂപ്രദേശത്ത് സിൽക്ക് സിറ്റി എന്ന ഒരു വലിയ ടൗൺഷിപ്പ് നിർമ്മിക്കുക, അതിലൂടെ ടൂറിസത്തിനും വൻ ബിസിനസ് കുതിപ്പിനും വഴിവെക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ തെക്ക് കുവൈറ്റ് സിറ്റിയിൽ നിന്നും വടക്കുള്ള ഈ പ്രദേശത്തേക്കെത്താൻ 100 കിലോമീറ്ററിലധികം സഞ്ചരിക്കണമെന്നുള്ളത് വളരെ വലിയ പ്രശ്നമായിരുന്നു. എന്നാൽ ബേ ഓഫ് കുവൈറ്റ് എന്ന ഈ കടലിടുക്ക് മുറിച്ചു കടന്നാൽ ദൂരം പകുതിയിൽ താഴെ മാത്രം മതി എന്നുള്ള ചിന്തയിൽ നിന്നാണ് അൽ ജാബർ കോസ്വേ എന്ന ബൃഹത് നിർമ്മിതിയുടെ ആരംഭം. 48.5 കിലോമീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം. ഏകദേശം $2.66 ബില്യൺ ചിലവഴിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. സിസ്ട്ര എന്ന പാരീസ് കമ്പനിയാണ് ഈ പാലം ഡിസൈൻ ചെയ്തത്. ലോകത്താകമാനം നിരവധി നിർമ്മിതികൾ ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രമുഖ കമ്പനിയാണ് സിസ്ട്ര. ഹുണ്ടായ് എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയായിരുന്നു പ്രധാന കരാറുകാർ. സുബിയ, ബുബിയാൻ എന്നീ 2 ഐലൻഡുകളെ കൂടി ബന്ധിപ്പിച്ചിട്ടാണ് ഈ പാലം കടന്നു പോകുന്നത്. ഇതാണ് ഷെയ്ഖ് അൽ ജാബർ കോസ്വേയുടെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മെയിൻ്റനൻസ് ബിൽഡിംഗ്. എന്തൊരു സൗന്ദര്യമാണല്ലേ ആ നിർമ്മിതിക്ക്. പാലത്തിൻ്റെ പണി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ പ്രദേശത്തുള്ള മത്സ്യസമ്പത്തിന് നാശം സംഭവിക്കാതിരിക്കാൻ കമ്പനി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതിനായി അവർ വലിയ പാറക്കല്ലുകൾ കടലിൽ നിക്ഷേപിച്ചു. ഇങ്ങനെ കൃത്രിമമായി നിർമ്മിച്ച പാറക്കെട്ടുകളുടെ കൂട്ടം ഇവിടെയുള്ള മത്സ്യങ്ങൾക്കും മറ്റു കടൽ ജീവികൾക്കും ആവാസ വ്യവസ്ഥയായി മാറുകയായിരുന്നു. 2013 പാലം പണി ആരംഭിക്കുന്നത്. തുടർന്നുള്ള 6 വർഷക്കാലത്തെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ 2019 പാലത്തിൻ്റെ പണി അവസാനിച്ചു. ഈ പാലത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ദൂരെ കുവൈറ്റ് സിറ്റി വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഇവിടെ നോർത്ത് ബേ ഐലൻഡ്, സൗത്ത് ബേ ഐലൻഡ് എന്നീ 2 ആർട്ടിഫിഷ്യൽ ഐലൻഡുകളുണ്ട്. നമ്മളിപ്പോൾ നോർത്ത് ബേ ആർട്ടിഫിഷ്യൽ ഐലൻഡിലേക്ക് ഇറങ്ങുകയാണ്. പാലത്തിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഈ ഐലൻഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള യാർഡുകളായാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ എമർജൻസി ഫയർ സ്റ്റേഷൻ, ഇലക്ട്രിക് സ്റ്റേഷൻ, എമർജൻസി കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ എന്നിവയൊക്കെയാണ് ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഐലൻഡിലുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കുവൈറ്റ് സിറ്റിയുടെ കാഴ്ച മനോഹരമാണ്. കണ്ണെത്താ ദൂരത്തോളം പാലം അങ്ങനെ നീണ്ടു കിടക്കുന്നു. എന്തൊരു നിർമ്മിതിയാണിത്. ഇവിടെ നിന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇതാണ് പാലത്തിൻ്റെ സെൻറ്റർ പോയിന്റ്. ഈ വലിയ നിർമ്മിതിക്ക് 151 മീറ്ററാണ് ഉയരം. കുവൈറ്റ് സിറ്റിയുടെ ബീച്ച് ഭാഗങ്ങളിൽ നിൽക്കുമ്പോൾ അങ്ങ് ദൂരെ കടലിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു നിർമ്മിതി വളരെ ഭംഗിയായി കാണാൻ കഴിയുന്നതാണ്. 2ാമത്തെ ഐലൻഡിലേക്ക് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നില്ല. തിരിച്ചു വരുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ സിൽക്ക് സിറ്റി വരാൻ പോകുന്ന ആ മരുഭൂമി ലക്ഷ്യമാക്കി ഞങ്ങൾ മുൻപോട്ട് നീങ്ങി. അങ്ങനെ പാലം കടന്ന് ഞങ്ങൾ ഇക്കരെ എത്തി. വലിയ കാറ്റായിരുന്നു ഞങ്ങളെ സ്വീകരിച്ചത്. അങ്ങനെ ഞങ്ങൾ സിൽക്ക് സിറ്റി പ്രോജക്റ്റ് വരാൻ പോകുന്ന ആ മരുഭൂമി പ്രദേശത്തേക്ക് എത്തിച്ചേർന്നു. കാറ്റിൻ്റെ ശക്തി വളരെ വലുതാണ്. ചെറിയ മണൽത്തരികൾ നല്ല ശക്തിയായി ശരീരത്തിൽ വന്ന് അടിക്കുന്നുണ്ട്. നല്ല വേദനയുമുണ്ട്. വളരെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. അതിനുശേഷം തിരിച്ച് യാത്ര തുടർന്നു. സനീഷ് ഒരു സജഷൻ പറഞ്ഞു, ഇവിടെ നിന്ന് നമുക്ക് മുത്തല റിഡ്ജിലേക്ക് പോകാം. കുവൈറ്റിലുള്ള ഒരു കുന്നിൻ പ്രദേശമാണ് മുത്തല. ഇവിടെ ഇപ്പോൾ അനുഭവിച്ച കാറ്റും ചൂടും ഒക്കെ കാരണം ഞാൻ ആദ്യം വേണ്ടെന്ന് പറഞ്ഞുവെങ്കിലും മുത്തല ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണെന്ന് സനീഷ് പറഞ്ഞപ്പോൾ പോകാമെന്ന് തന്നെ തീരുമാനിച്ചു.
അങ്ങനെ ഞങ്ങൾ മുത്തല റിഡ്ജ് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഇവിടെ നിന്ന് ഏകദേശം 50 കിലോമീറ്ററോളം ദൂരമുണ്ട് മുത്തലയ്ക്ക്. ചുറ്റും അനന്തമായ മരുഭൂമിയുടെ കാഴ്ചകൾ. ഇടയ്ക്കിടയ്ക്കായി ചില ഇലക്ട്രിക് സബ്സ്റ്റേഷനുകളും ചില കമ്മ്യൂണിക്കേഷൻ സെൻ്ററുകളും ഒക്കെ കാണാൻ കഴിയും. അങ്ങ് ദൂരെ ചില ആട്ടിൻ ഫാമുകളും ഒട്ടക ഫാമുകളും ഒക്കെ കാണാൻ കഴിയും. ഈ കാഴ്ചയിലുടനീളം ഞങ്ങൾ സംസാരിച്ചത് ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ചാണ്. മരുഭൂമിയിലെ ഈ ചൂടും ഈ മണൽക്കാറ്റുമൊക്കെ ഞങ്ങളെ ആ സിനിമയുടെ യാഥാർത്ഥ്യത്തിലേക്ക് ശരിക്കും കൊണ്ടുപോയി. അങ്ങനെ യാത്രക്കിടയിൽ ഒരു കൂട്ടം ഒട്ടകങ്ങളെ കണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി. കുറച്ച് സമയം അതിൻ്റെ അടുത്ത് അങ്ങനെ ചെലവഴിച്ചു. കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ഈ കാണുന്നതാണ് മുത്തല റിഡ്ജ്. ആദ്യ കാഴ്ചയിൽ തന്നെ മുത്തല ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. കാറ്റിൻ്റെ ശക്തി എന്താണെന്ന് ദാ ഇത് പറഞ്ഞു തരും. കാറ്റുകൊണ്ട് അരിഞ്ഞുപോയ ഒരു മണൽത്തിട്ട ഒരു വലിയ കല്ല് പോലെ ഇരിക്കുന്നു. കാറ്റിൻ്റെ ശക്തി കൊണ്ട് മണലിൽ രൂപപ്പെട്ട ഒരു ശില്പമാണിത്. മുത്തലയിൽ ഇതുപോലെ ധാരാളം ശില്പങ്ങൾ കാണാനാവും. ഈ മുത്തല റിഡ്ജിന് നമ്മുടെ കൊച്ചു കേരളവുമായി ഒരു ബന്ധമുണ്ട്. ഈ മലനിരകൾ പശ്ചാത്തലമായി ഒരു കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒട്ടകക്കൂത്ത് എന്നാണ് അതിൻ്റെ പേര്. 4 എഴുത്തുകാർ ചേർന്നാണ് ഈ കഥ രചിച്ചിട്ടുള്ളത്. ജവഹർ, അബ്ദുൽ ലത്തീഫ് നീലേശ്വരം, സതീശൻ പയ്യന്നൂർ, ഷിജു ഫിലിപ്പ് എന്നിവരാണ് ആ രചയിതാക്കൾ. ഏതാണ്ട് 466 ഫീറ്റാണ് ഇതിൻ്റെ ഉയരം. ഏകദേശം 142 മീറ്റർ. നമ്മുടെ നാട്ടിലെ കുന്നുകളും പർവ്വതങ്ങളും ഒക്കെ ഇതിൻ്റെ എത്രയോ ഇരട്ടി ഉണ്ടാകും. പക്ഷേ ഇവിടെ ഈ മരുഭൂമിയിൽ ഇതൊരു വേറിട്ട കാഴ്ചയാണ്. അങ്ങനെ വണ്ടി ഓടി മുത്തലയുടെ നെറുകയിലെത്തി. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ മുത്തല റിഡ്ജിനെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത്. ചരിത്രപ്രധാനമായ ഒരു വലിയ ദൃശ്യത്തിന് സാക്ഷ്യം വഹിച്ച ഒന്നാണ് മുത്തല. ദാ ആ കാണുന്ന റോഡ് കണ്ടോ? അതാണ് കുവൈറ്റിലെ 80-ാം നമ്പർ റോഡ്. ആ റോഡിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഹൈവേ ഓഫ് ഡെത്ത്. 1991 സഖ്യസേനയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഗൾഫ് യുദ്ധത്തിൽ നിന്നും പരാജയം ഭയന്ന് ഇറാഖി സേന പിൻവാങ്ങിയത് ഈ വഴിയിലൂടെയാണ്. അന്ന് അവരെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചത് ഇവിടെ വെച്ചാണ്. Pilots were ordered to stop the convoy at all costs. If that wasn't motivation enough, the commander sent the pilots into battle with the latest... And they turned it into a trash heap. Pilots called the 3-mile-long stretch of charred bodies and vehicles the Highway of Death. Initial reports were of tremendous carnage, thousands dead. And it is 3 miles of the most... ആ ആക്രമണത്തിൽ ഇറാഖി സൈന്യം ഒന്നാകെ കൊല്ലപ്പെട്ടു. അവരുടെ ശവശരീരങ്ങൾ കൊണ്ട് ഈ റോഡ് മുഴുവൻ നിറഞ്ഞു. അങ്ങനെയാണ് ഈ 80-ാം നമ്പർ റോഡിന് ഹൈവേ ഓഫ് ഡെത്ത് എന്ന പേര് വന്നത്. ആ ദൗത്യത്തിന് സഖ്യസേനയ്ക്ക് പ്രധാനമായും കമ്മ്യൂണിക്കേഷൻ കൈമാറിക്കൊണ്ടിരുന്നത് ഈ മുത്തല റിഡ്ജിലുള്ള സേനയുടെ കമ്മ്യൂണിക്കേഷൻ ടവറിൽ നിന്നായിരുന്നു. യുദ്ധത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ സൈന്യം തമ്പടിക്കുകയും നിരീക്ഷണം ചെയ്യുകയും പ്രതിരോധം നടത്തുകയും ഒക്കെ ചെയ്തത് ഇവിടെ വെച്ചാണ്. രാജ്യത്തിന് തന്നെ ഒരു കോട്ട പോലെ നിലകൊണ്ട മണ്ണാണ് മുത്തലയുടേത്. ആ കറുത്ത ഓർമ്മകളിൽ നിന്നൊക്കെ മുത്തല ഇന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. ഇന്ന് മുത്തല ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഡിസംബർ മാസം ആകുമ്പോൾ മുതൽ ധാരാളം സ്വദേശികൾ ഇവിടെ ക്യാമ്പ് ചെയ്യുകയും പലതരം ഓഫ് റോഡ് വാഹനങ്ങൾ ഉപയോഗിച്ച് ആനന്ദത്തിൽ മുഴുകുകയും ചെയ്യുന്നുണ്ട്. ഓരോ പ്രദേശത്തിനും ചരിത്രപരമായി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും അല്ലേ? ശരിക്കും ഇന്ന് ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മുത്തല റിഡ്ജിനെ പറ്റിയോ ഡെത്ത് ഓഫ് ഹൈവേയെ പറ്റിയോ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും അറിയുക. ചിലപ്പോൾ ഒരിക്കലും അറിഞ്ഞെന്നും വരില്ല. ഇതുതന്നെയാണ് യാത്രകളുടെ പ്രാധാന്യം. നമ്മൾ വെറുതെ യാത്ര ചെയ്യുകയല്ല വേണ്ടത്. പോകുന്ന സ്ഥലങ്ങൾ എന്താണെന്നും അവിടുത്തെ വൈവിധ്യങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കിയാൽ മാത്രമാണ് ആ യാത്ര പൂർണ്ണമാകുന്നത്.
ഇന്ന് കണ്ട 2 വ്യത്യസ്ത സ്ഥലങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതിനായി നമ്മളുടെ ചാനലായ ഹിസ്റ്റോമീറ്റർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.